ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ തന്നെയാണ് നമ്മൾ കമ്പ്യൂട്ടർ. നിങ്ങൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്നതും നിങ്ങൾ കയ്യിൽ കൊണ്ട് നടക്കുന്നതുമായ നമ്മുടെ സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ. നിങ്ങൾക്ക് അറിയുന്ന ഒരുപക്ഷെ ഈ സിലബസിൽ ഉൾക്കൊള്ളിച്ചതിനേക്കാളും കൂടുതൽ നോളജ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്ന പക്ഷേ നമ്മൾ സിലബസ് എന്തായാലും പഠിച്ചേ പറ്റൂ. കാരണം നമുക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ഇത് പഠിച്ചേ പറ്റൂ. അതായത് ഓരോന്നിനും സ്ട്രക്ചർ ഉണ്ടല്ലോ, നമ്മൾ മറ്റേ സിനിമയിൽ പറഞ്ഞ മാതിരി ഓരോന്നിനും ഓരോ സമയം ഉണ്ടല്ലോ ദാസാന്ന് ചോദിച്ച പോലെ നമുക്ക് ഓരോന്നിനും ഓരോ മാർക്ക് സ്കോർ ചെയ്യണം. അതിൻ്റെതായ ഒരു സമയം. നമുക്ക് ബികോം കംപ്ലീറ്റ് ആക്കണമെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ചേ പറ്റൂ. അതിൽ ഭാഗമാണ്. അല്ലാതെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അത്യാവശ്യം നല്ല വിവരവും നോളജ് എല്ലാ കാര്യങ്ങളും മിസ്സിന് അറിയാം. ന്യൂ ജനറേഷൻ പ്രത്യേകിച്ച് ഒരുപക്ഷെ ഇപ്പോൾ ഒരു മിഡിൽ ഏജസ് ആളുകളെക്കാൾ ഏറ്റവും ഭയങ്കരമായി ടെക്നോളജിക്കൽ ബുദ്ധി സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഭാഗത്തൊക്കെ ആർക്കായിരിക്കും അല്ലേ? ഈ ഒരു ടീനേജേഴ്സിനായിരിക്കും അധികം അല്ലേ? 21, 22, 23 പ്രായമുള്ള കുട്ടിയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിലെന്തുകൊണ്ട് ഒരു പോസിറ്റീവും കൂടി ഉണ്ട്. മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണിത്. ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ സിസ്റ്റം ഓഫ് സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ദെൻ ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ ബിസിനസ് സെക്ഷൻ ആൻഡ് എഡ്യൂക്കേഷൻ സെക്ഷൻ ആൻഡ് ബാങ്കിങ് സെക്ഷൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ നമുക്ക് നോക്കാം. എവറി കമ്പ്യൂട്ടർ ഈസ് കമ്പോസ്ഡ് ടു ബേസിസ്. എവറി കമ്പ്യൂട്ടർ ഈസ് ബേസിസ് ഓൺ എന്തിലാണ് എവറി കമ്പ്യൂട്ടർ ബേസിസ് ചെയ്തത്? Every computer is composed in two basic components called hardware and software. എല്ലാ കമ്പ്യൂട്ടറും കമ്പോസ് ചെയ്തത്, അതായത് നിലനിൽക്കുന്നത് രണ്ട് തരം ഘടകങ്ങൾ കൊണ്ടാണ്. ടു ബേസിക് കോമ്പണൻസ്, പ്രധാനമായി രണ്ട് ഘടകങ്ങൾ കൊണ്ടാണ് കമ്പ്യൂട്ടറിൻ്റെ നിലനിൽപ്പ് എന്നൊക്കെ നമുക്ക് പറയാം. അതിലൊന്നാണ് സോഫ്റ്റ്വെയർ, സെക്കൻഡ് ഈസ് ഹാർഡ്വെയർ. ഓക്കെ, hardware includes like tangible parts of computer which either can be seen or touched. അല്ലേ? ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഹാർഡ്വെയർ. അല്ലേ? ഹാർഡ്വെയർ എന്ത് ചെയ്യാൻ പറ്റും? ടച്ച് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഹാർഡ്വെയർ. ഫോർ എക്സാമ്പിൾ CPU, കീബോർഡ്, മൗസ്, മോണിറ്റർ, LCD സ്ക്രീൻ ആൻഡ് പ്രിൻ്റർ. അല്ലേ? പ്രിൻ്ററും CPU, കീബോർഡ്, മൗസ്, മോണിറ്ററൊക്കെ ഹാർഡ്വെയർ ആണ്. അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തൊടാൻ പറ്റും. പക്ഷേ ദെൻ ഫോർ എക്സാമ്പിൾ CPU, keyboard, mouse, monitor, LCD screen and printer, whereas software are components which activate as physical parts. And software consists the features are responsible for directing the task of hardware. Software can be divided into other പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ, കൈകൊണ്ട് ടച്ച് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ് സോഫ്റ്റ്വെയർ. അത് പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ ഇൻക്ലൂഡഡ് ആണ്. Compared to software, hardware is a physical entry. Both hardware and software are interconnected. പക്ഷേ ഒന്ന് ടച്ച് ചെയ്താലും ടച്ച് ചെയ്തില്ലെങ്കിലും, മോണിറ്റർ ആയാലും മൗസ് ആയാലും LCD ആണെങ്കിലും പ്രോഗ്രാംസ് ആണെങ്കിലും എന്താണെങ്കിലും ഈ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും എപ്പോഴും എന്താണ്? റിലേറ്റഡ് ആണ്. ഒരുമിച്ച് നിൽക്കേണ്ട രണ്ട് ഘടകങ്ങളാണ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ. എന്നാലേ ഒരു കമ്പ്യൂട്ടറിന് നിലനിൽപ്പുള്ളൂ. ഓക്കെ, tools are directly interconnected. Without software, the hardware cannot function. However, without a creation of hardware and
ആൻഡ് ഹവർ വിത്തൗട്ട് എ ക്രിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ദെൻ നമ്മൾ എന്താ പറഞ്ഞത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ കമ്പ്യൂട്ടർ ആൻഡ് രണ്ടും ഒന്ന് മോണിറ്ററും മൗസും ഇനിയിപ്പോൾ മോണിറ്റർ മൗസ് ദെൻ എന്താ പറയുക LCD അങ്ങനത്തെയുള്ള എന്താണെങ്കിൽ ടച്ച് ചെയ്യാൻ പറ്റും ടച്ച് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ പ്രോഗ്രാംസും ഇതും നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളല്ല അതൊക്കെ എന്താണ് നമ്മുടെ നോളജ് തിങ്കിങ് ആണ് അപ്പോൾ അത് നമ്മൾ ടച്ച് ചെയ്യാൻ പറ്റില്ല അതും എന്താണ് സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ ഇത് രണ്ടും ഇൻക്ലൂഡഡ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ അതായത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒരുമിച്ച് കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറും ഒക്കെ ഒരുമിച്ചാണ് ഇവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടർ നമ്മൾ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഈ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും എന്താണെന്നും ഇത് സിസ്റ്റം ഓഫ് സോഫ്റ്റ്വെയർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടറിൽ ബിസിനസ് രംഗത്തും എഡ്യൂക്കേഷൻ രംഗത്തും ബാങ്കിങ് രംഗത്തും ഇതെങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതും അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെയാണ് നമ്മൾ ഇനി കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് പെട്ടെന്ന് ആപ്ലിക്കേഷൻ സിസ്റ്റം ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്താണ് ഹാർഡ്വെയർ എന്താണ്. ഹാർഡ്വെയർ ഈസ് ദ ബേസിക്കലി എ ഫിസിക്കൽ എലമെൻറ്റ് കോൾഡ് മെഷീനറി എക്വിപ്മെൻറ്റ്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഹാർഡ്വെയർ ലിമിറ്റഡ് ടു സ്പെസിഫിക്കലി ഡിസൈൻ ടാസ്ക് ആർ taken off independently and very simple. In other hand, software implements agrometer and allow അതായത് ഹാർഡ്വെയറിൻ്റെ പ്രത്യേകത ഹാർഡ്വെയർ ഇസ് ലിമിറ്റഡ് ഓഫ് സ്പെസിഫിക് ഡിസൈൻ ടാസ്ക് അല്ലേ. നെക്സ്റ്റ് ദെൻ പറയുന്നത് എ കമ്പ്യൂട്ടേഴ്സ് ഹാർഡ്വെയർ ഈസ് കൺസിസ്റ്റഡ് ഓഫ് വേരിയസ് ഡിഫറെൻറ്റ് പാർട്സ്. ഹാർഡ്വെയർ വേരിയസ് പാർട്സ് നേരത്തെ പറഞ്ഞാൽ നമ്മൾ മോണിറ്ററും കീബോർഡും മൗസും അങ്ങനെ ഈ ഹാർഡ്വെയർ കമ്പ്യൂട്ടറിൻ്റെ പാർട്സ് ഇൻക്ലൂഡഡ് ആയതാണ്. നെക്സ്റ്റ് സോഫ്റ്റ്വെയർ ഈസ് നോൺ ആസ് പ്രോഗ്രാം ഓഫ് ആപ്സ് അല്ലേ. ആപ്സിലെ പ്രോഗ്രാമിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഈ സോഫ്റ്റ്വെയറിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഓടിപ്പോയി പിടിക്കാൻ പറ്റില്ല. പ്രോഗ്രാമിന് ഓരോരുത്തർ തിങ്കിങ് ആണ്, ഓരോ സംഭവങ്ങളാണ്. Compromising of all instructions that direct the hardware in performing tasks. These instructions come from software developed from updated by platform operating CPU that are based on software is capable through the perform numerous tasks compared to hardware can only perform mechanical tasks. They are designed on software provides to means for accomplishing many different tasks. Okay, then system software എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം നമ്മളിവിടെ പറഞ്ഞു അല്ലേ, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. System software is designed for controlling and working with computer hardware. It allows users of interact directly with hardware functionality like device manager to many of utility found control panel. Then application software. Application software is capable for dealing with user input, helping into the complete task. എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് ഡിസൈൻഡ് ഫോർ കൺട്രോളിങ് ആൻഡ് വർക്കിംഗ് വിത്ത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അല്ലേ. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെ കൂടെ വർക്കിംഗ് ചെയ്യുന്ന ഒരു ഡിസൈൻ സിസ്റ്റമാണ്. ഇറ്റ് അലോ യൂസേഴ്സ് ഓഫ് ഇൻട്രാക്ട് ഡയറക്ട്ലി വിത്ത് ഫങ്ഷണാലിറ്റി ആൻഡ് ലൈക്ക് ഡിവൈസ് മാനേജർ മെനി ഓഫ് ദ യൂട്ടിലിറ്റീസ് ഫൗണ്ട് ദ കൺട്രോൾ ഓഫ് പാനൽ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടി എന്താണ് ഈ ഒരു സിസ്റ്റം ഓഫ് സോഫ്റ്റ്വെയറിൽ ഇൻക്ലൂഡ് ആണ്. Then tools almost always pre-installed in computers of examples are Windows 10 and Linux, Android. ഒക്കെ എന്താണ് സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയർ എക്സാമ്പിളാണ് ആൻഡ്രോയിഡ് സിസ്റ്റം. ഒക്കെ ചില ഫോണൊക്കെ ഓണാക്കിയാൽ ആൻഡ്രോയിഡിൽ നിന്ന് കിട്ടാൻ കുറച്ച് നേരം പിടിക്കും. നമ്മളിങ്ങനെ നോക്കിക്കും ആൻഡ്രോയിഡ് സിസ്റ്റം ഇങ്ങനെ വരും അല്ലേ. അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, സിസ്റ്റം ഓഫ് സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിളാണ്. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഈസ് കേപ്പബിൾ ഡീലിംഗ് വിത്ത് ദി യൂസർ ഇൻപുട്സ് ആൻഡ് ഹെൽപ്പിംഗ് ദം ദ കംപ്ലീറ്റ് ടാസ്ക് അല്ലേ. നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന ഇൻപുട്സ് ആണ് അത് കംപ്ലീറ്റ് ടാസ്ക് അതിൽ കൊടുക്കുന്ന ഡാറ്റാസിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് എന്ത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ അപേക്ഷ അല്ലെ റിക്വസ്റ്റ് അപ്ലൈ ചെയ്യാം, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. ഇറ്റ് റിസൈഡ്സ് എബവ് it in either be single and a program or growth of programs that are referred as an application suite. Some examples of application software are word processing software. ചില ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ത് പേരിൽ അറിയപ്പെടുന്നു, വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, വെബ് ബ്രൗസിംഗ് ആൻഡ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആൻഡ് പ്രസൻറ്റേഷൻ, ഗ്രാഫിക്സ്, മൾട്ടിമീഡിയ, യൂട്യൂബ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ CAD എന്ന് പറയും, കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ് CAM എന്ന് പറയും, സെൻഡിങ് ഇമെയിൽ,
and accounting software and customized shopping apps and cloud-based application as a Google Docs. അപ്പോൾ എത്രത്തോളം ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ അറിയുന്നതാണ് നിങ്ങൾക്ക്. മിസ് 1 by 1 ആയിട്ട് ഒന്നും കൂടി വായിക്കാം. അതായത് സം എക്സാമ്പിൾസ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആർ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. ഇതൊക്കെ നിങ്ങൾ എങ്ങനെ എഴുതണം മിസ് പറഞ്ഞത് നിങ്ങളോട് 1 2 3 എന്നിങ്ങനെ വെച്ച് എഴുതാനല്ലേ മിസ് പറഞ്ഞത് അല്ലേ? അല്ലെ എ ബി സി എന്നാണ് എഴുതണം. ദ ഫസ്റ്റ് ഈസ് എന്താണ്? വെബ് ബ്രൗസിങ്, WB എന്നാണ് മിസ് എഴുതുന്നത്. നെക്സ്റ്റ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, വേർഡ് പ്രോസസ്സിംഗ് ഇത് മിസ് എന്താണ് എക്സാമ്പിൾ ആയിട്ട് എഴുതുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? വേർഡ് വെബ്. അപ്പോൾ പോയിന്റ് ആയിട്ട് എക്സാമ്പിൾ കൊടുക്കണം, എന്നാലും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. താഴെ എഴുതണം. എന്തൊക്കെ താഴെ എഴുതേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഫസ്റ്റ്, സെക്കൻഡ് ഈസ് വെബ് ബ്രൗസിംഗ്, ദ തേർഡ് ഈസ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആൻഡ് ഫോർത്ത് ഈസ് പ്രസൻറ്റേഷൻ, ഫിഫ്ത്ത് ഈസ് ഗ്രാഫിക്സ് ഡിസൈൻ ഒക്കെ നമ്മൾ പറയില്ലേ, ഗ്രാഫിക് ഡിസൈൻ ഒക്കെ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് അത് 4 ഓഫ് 5 മൾട്ടിമീഡിയ, യൂട്യൂബ് ഒക്കെ എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂട്യൂബ്. നെക്സ്റ്റ് പോയിന്റ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, അതായത് CAD, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ CAD. ദെൻ കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ് CAM. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലുള്ളതാണ് CAD ആൻഡ് CAM. ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എക്സാമ്പിൾ മറന്നുപോയി, വേർഡ് പ്രോസസ്സിംഗ് പ്രോഗ്രാമിനെ പോലെ തന്നെയാണ് എന്ത്? CAD CAM. അപ്പോൾ എക്സാമ്പിളാണ് ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടറിൻ്റെ. ഓക്കെ, മറന്നു പോവരുത്. സെയിം എക്സാമ്പിൾ ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആസ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, വെബ് ബ്രൗസിംഗ്, then spreadsheet software, presentation, graphic, multimedia, YouTube, computer aided design and computer aided manufacturing and sending email. പറയണ്ടല്ലോ നമുക്ക് ഇമെയിൽ അല്ലേ, നമുക്കറിയാം. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആൻഡ് കസ്റ്റമൈസ്ഡ് ഷോപ്പിംഗ് ആപ്പ് ആൻഡ് ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷൻ. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്താ? കാലാവസ്ഥ, മേഘം, ക്ലൗഡ് അല്ലേ. അപ്പോൾ നമ്മുടെ വെതറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ഷോപ്പിംഗ് ആപ്സ്, മാർക്കറ്റിംഗ്, നമുക്കറിയാം ബിസിനസ് മാർക്കറ്റിംഗ് നമ്മൾ പഠിച്ചതാണ്. BCom സ്റ്റുഡൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. മാർക്കറ്റിങ്ങിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ നിങ്ങൾ ഈ എക്സാമ്പിൾ എന്തായാലും CAD CAM ആൻഡ് വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പോയിന്റ് ആക്കിയിട്ട് എഴുതാം. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, മറന്നു പോകരുത്. ഓക്കെ, മിസ് റിപ്പീറ്റ് ചെയ്ത് പറയും, നിങ്ങൾ ഓർത്തോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ. എന്തിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റും? മിസ് വേർത്തനോടെ പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ, അതിൽ നമുക്ക് എന്തൊക്കെ സെക്ഷനാണ്? ഫസ്റ്റ് ഈസ് ബിസിനസ്, സെക്കൻഡ് ഈസ് എഡ്യൂക്കേഷൻ, തേർഡ് ഈസ് ബാങ്കിങ്. നേരത്തെ നമുക്കറിയാം, നമ്മൾ പറയാതെ തന്നെ നിങ്ങൾക്ക് മാർക്ക് ഇഷ്ടംപോലെ വാരി കൂട്ടാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്, ഒരു പാർട്ടാണിത്. ആപ്ലിക്കേഷൻ എന്തിലൊക്കെ അപ്ലൈ ചെയ്യാം? ബിസിനസ് രംഗത്ത് നമുക്ക് കാണാതെ തന്നെ പറയാം, നമുക്ക് സിലബസ് നോക്കേണ്ട കാര്യം തന്നെയല്ല. ബിസിനസ് രംഗത്ത് നമുക്ക് ഈ കമ്പ്യൂട്ടറിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മാറ്ററാണ്. ദെൻ എഡ്യൂക്കേഷൻ രംഗത്ത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ചെറിയ കുട്ടി, LKG കുട്ടി മുതൽ, LKG അല്ല അംഗൻവാടി പോകുന്ന കുട്ടികൾക്ക് വരെ 1 വയസ്സായ മതി കുട്ടികൾക്ക് ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യാം അല്ലേ. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നമ്മൾ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ അവരെ കോൺസെൻട്രേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ മിണ്ടാതിരിക്കാനൊക്കെ പെട്ടെന്ന് പാരൻസ് എന്ത് ചെയ്യുന്നു? ന്യൂ ജനറേഷൻ പാരൻസ് ആട്ടോ, അല്ലെ പഴയ പാരൻസ് അല്ല, ന്യൂ ജനറേഷൻ പാരൻസ് എന്ത് കൊടുക്കുന്നു? കുട്ടികളെ പെട്ടെന്ന് ഫോൺ കൊടുക്കുന്നു, കുട്ടികൾ മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഒരു ജനറേഷൻ നമ്മൾ ജീവിക്കുമ്പോൾ ആ കുട്ടികൾ 1 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? ഫോണുമായിട്ട് അത്രയും അവർ എന്ത് ചെയ്യുന്നു? അടുക്കുന്നു. ഫോണിൻ്റെ അത്യാവശ്യം നമ്മൾ 55 വയസ്സുള്ള പാരന്റിനേക്കാളും 2 വയസ്സുള്ള കുട്ടിക്ക് അത് ഉപയോഗിക്കാൻ യൂസ് ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്ന ഒരു തലമുറയിൽ നമ്മൾ കടന്നു പോകും, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ബിസിനസ് രംഗത്ത് എങ്ങനെയൊക്കെ നമുക്ക് ആപ്ലിക്കബിൾ ആവാം, എഡ്യൂക്കേഷൻ രംഗത്ത് എങ്ങനെയൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാം, ബാങ്കിങ് രംഗത്ത് നമുക്ക് എന്തൊക്കെ ആപ്ലിക്കേഷൻ ചെയ്യാം നമുക്കറിയാം. അപ്പോൾ ബിസിനസ് രംഗത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ BCom സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ബിസിനസ് നമ്മൾ പഠിച്ചുകൊണ്ട് മാർക്കറ്റിംഗ്, നമുക്ക് സെയിൽസ്മാൻ ആൻഡ് സെയിൽസ്, ആ രംഗത്തൊക്കെ ബിസിനസ്സിൽ എന്ത് വേണം? കമ്പ്യൂട്ടർ വേണം. അക്കൗണ്ട്സ് ക്ലിയർ ചെയ്യാനും നമുക്ക് സെയിൽസ് എത്രത്തോളം പോയി, നമുക്ക് പ്രോഫിറ്റ് എത്രത്തോളം, മിസ് ഇതാ സിലബസ് നോക്കാതെ തന്നെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ എഴുതാൻ പറ്റുന്ന ഒരു, അതായത് 8 മാർക്കിന് എസ്സേ അല്ലെങ്കിൽ 12 മാർക്കിന് എസ്സേ, 1 വേർഡ് എങ്ങനെ ചോദിച്ചാലും എഴുതാൻ പറ്റുന്നതാണ്. ദെൻ എഡ്യൂക്കേഷൻ രംഗത്ത് നമുക്കറിയാം, നേരത്തെ പറഞ്ഞ മിസ് പറഞ്ഞ ഒരു കുട്ടിയുടെ കഥ അല്ലേ, കുട്ടിയെ നമുക്ക് പാരൻസ് വളർത്തുന്ന രീതി, അതായത് അതിനുശേഷം 1 വയസ്സുള്ള കുട്ടി
1 വയസ്സ് കഴിഞ്ഞ് LKG UKG എത്താൻ തന്നെ കുട്ടിക്ക് എന്ത് ചെയ്ത് ഗൂഗിളിൽ സെർച്ച്, ഇപ്പം തന്നെ അവർക്ക് ഗെയിമൊക്കെ അവർ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുന്നു. അവർ 2 വയസ്സാകുമ്പോൾ ഇഷ്ടപ്പെട്ട ഗെയിം സെലക്ട് ചെയ്ത് കാണുന്നു. പാരൻസിനെ സഹായം ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ട. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ എഡ്യൂക്കേഷൻ രംഗത്ത്, അതായത് LKG അക്കാദമിക് സ്റ്റാർട്ട് ചെയ്യുന്നത് LKG മുതലാണ്. അക്കാദമിക് ഇയർ, ഒരു അക്കാദമിക് മുതൽ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു വിദ്യാർത്ഥിയെ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അക്കാദമിക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. അപ്പോൾ ഒരു LKG മുതൽ ഒരു കുട്ടി എഡ്യൂക്കേഷൻ തുടങ്ങുന്ന ആ ഒരു സമയം മുതൽ ആ കുട്ടിയുടെ പഠിപ്പ് ഫുള്ളും എന്ത് ആണെങ്കിലും, ഇപ്പോൾ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത് പോരായ എന്തെങ്കിലും അവർക്ക് അറിയണമെങ്കിൽ സ്വന്തമായിട്ട് വീട്ടിൽ പോകുന്നു, സ്മാർട്ട് ഫോൺ എടുക്കുന്നു, ഗൂഗിൾ സെർച്ച് ചെയ്യുന്നു, അവർ ആ പാർട്ട് കിട്ടുന്നു, സുഖമായിട്ട് അവർ എസ് എന്ത് വേണം പ്രൊജക്റ്റോ അതൊക്കെ ചെയ്തു കൊടുക്കുന്നതല്ല. നമുക്കറിയാം, ഇതൊന്നും പറയേണ്ട കാര്യം. നെക്സ്റ്റ് ബാങ്കിങ് രംഗത്ത് നമുക്കറിയാം മാനേജർമാർ, ബാങ്കിങ്ങിൽ പിന്നെ ക്യാഷ് സംബന്ധമായ പണമിടപാട് സ്ഥാപനങ്ങളിൽ എന്തായാലും എന്ത് വേണം. അത് നേരത്തെ മിസ് പറഞ്ഞ എന്താണ് അക്കൗണ്ടിങ്